കുറച്ച് ദിവസങ്ങളായി രാഷ്ട്രീയ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം കേരള കോൺഗ്രസ് മാണി വിഭാഗം ഏത് മുന്നണിയിലേക്ക് പോകുമെന്നാണ്. ഇനി LDFിൽ തന്നെ നിൽക്കുമോ അതോ UDFിലേക്ക് പോകുമോ എന്ന രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. UDFിലേക്കില്ല. അത് തന്നെയായിരിക്കുമോ ഇനി വരുന്ന ഒരു വർഷവും കേരള കോൺഗ്രസിൻ്റെ നിലപാട്? ഇത് നമ്മൾ വിശ്വസിക്കുക വേണ്ട. ജോസ് കെ മാണി പറഞ്ഞു. നേരത്തെ ചോദിച്ചപ്പോൾ മറുപടിയൊന്നും പറഞ്ഞില്ല, ഒരു പുഞ്ചിരി മാത്രമാണ്. ഇപ്പം പിണറായി വിജയൻ കണ്ണുരുട്ടി കാണും, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതൊക്കെ വെറും അഭിനയമാണ്, നമുക്കറിയാം. അവരുടെ രാഷ്ട്രീയം അറിയാം, കപട രാഷ്ട്രീയമാണ്. അത് ഞാൻ പറയാം. ഇതുപോലെ തന്നെയാണ് KM മാണിയുടെ പൊളിറ്റിക്സും ഇങ്ങനെ തന്നെയാണ്. വീട്ടിൽ നോട്ടടിക്കുന്ന യന്ത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. കരിങ്ങോലിക്ക തറവാടിൽ അതുണ്ടായിരുന്നു. ഇതറിയാം, പലർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പരസ്യമായിട്ടുള്ളൊരു രഹസ്യമാണ്. അതിനെന്താ കുഴപ്പം? വീട്ടിൽ അങ്ങനെ ഒരു യന്ത്രം എന്താ കുഴപ്പം? നമ്മുടെ പണത്തിൻ്റെ ആധിക്യമുണ്ട്, ഇഷ്ടം പോലെ പണമുണ്ട്. ഇങ്ങനെയുള്ള യന്ത്രങ്ങളും ഉണ്ടായാൽ എന്താ കുഴപ്പം? എന്തിനാണ് ഇതിനെ ഇത്ര പായപ്പെടുന്നത്? വെപ്രാളത്തോടെ കാണുന്നത് നമ്മളെ. നമ്മുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ, നമ്മളുടെ നടപടികളും ഒക്കെ ശുദ്ധമാണെങ്കിൽ പിന്നെ നമ്മൾ ആരെയാണ് ഭയക്കുന്നത്? മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ വഴിയിൽ ഭയക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്ന് വെപ്രാളവും വിഷയമായത് എപ്പോഴായിരുന്നു? അതിന് തൊട്ടു മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ KM മാണിയെ LDFിലേക്ക് ക്ഷണിച്ചു. LDFിലേക്ക് വന്നു കഴിഞ്ഞ് നിവർത്തിയോട് കൊണ്ടാണെന്ന് ഓർക്കണം. പിണറായി വിജയൻ വീണ്ടും വരികയില്ലായിരുന്നു കേരള കോൺഗ്രസ് അതിനകത്തേക്ക് വരുന്നത്. മധ്യ കേരളം അവരുടെ ഒരു വീക്ക് പോയിന്റ് ആയിരുന്നു. ആ വീക്ക് പോയിന്റിനെ വോട്ടുകൾ മുഴുവൻ UDFിൽ നിന്നും LDFിലേക്ക് പറയും. എല്ലാമില്ല. KM മാണിയുടെ അത്രയും പ്രഭാവം ജോസ് കെ മാണിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വോട്ടുകളിൽ നല്ലൊരു ഷെയർ UDFിൻ്റെ പിടിച്ച് ഇങ്ങോട്ട് കൊടുത്തു. ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇരട്ടി നഷ്ടം, അതാണ് ഓർക്കേണ്ടത്. അവരുടെ അത്രയും കുറയുകയും ചെയ്തു, ഇവിടെ ഇത്രയും കൂടുകയും ചെയ്തു. ആ ഒരു പ്രതിഭാസമാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ പ്രാവശ്യം 99 സീറ്റുകളിൽ കണ്ടത്. പത്തനംതിട്ട, അതുപോലെ തന്നെ കോട്ടയം, പിന്നെ മലബാറിലെ ചില പോക്കറ്റുകൾ, അവിടെ ഇവരുടെ സ്വാധീനമുണ്ട്. നിലമ്പൂരിൽ ഇവരുടെ സ്വാധീനമുണ്ട്. അതെല്ലാം വോട്ടായിട്ടും അല്ല, ഇടുക്കി മലയോര പ്രദേശങ്ങൾ മുഴുവൻ നല്ല സ്വാധീനം. ഇടുക്കിയിൽ കൂടുതൽ സ്വാധീനമുള്ളത് ജോസഫ്. അതാണ് വ്യത്യാസം. ഒരെണ്ണം കോട്ടയത്തെ സ്വന്തമാക്കി, മലയോര കർഷകരുള്ള സ്ഥലങ്ങളിൽ ഒന്ന് പിന്നെ മാണി കരസ്ഥമാക്കി, മറ്റേ PJ ജോസും. ഒരുമിച്ച് നിന്നാൽ വമ്പിച്ചൊരു കൂട്ടാണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സംഭവമാണ് അവിടെ നടന്നത്. അന്ന് KM മാണി എന്താ പറഞ്ഞത് ആദ്യം? ഞാൻ LDFിലേക്കല്ല, UDFിൽ ഉറച്ചു നിൽക്കുക. പക്ഷെ പയ്യെ അദ്ദേഹം നാണം കുണുങ്ങി ആയി. മുഷിയില്ല എന്നുള്ള മട്ടിൽ അദ്ദേഹം കോൺഗ്രസ് തന്നെ പറഞ്ഞതാണ്. നാണം കുണുങ്ങിയായിരിക്കുമെന്ന് വീക്ഷണം എഡിറ്റോറിയൽ എഴുതിയത്. ഉറച്ച നിലപാടെടുക്കണം, പതുക്കെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയാൽ മുഷിയിരുന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ടങ്ങ് എന്നൊരു നാണം കുടുങ്ങി. കറക്റ്റായിട്ടുള്ളൊരു കാർട്ടൂണും വന്നു ആ സമയത്ത്. അപ്പോൾ ആ നിലപാടിൽ നിന്ന് അയഞ്ഞ് പുള്ളി അങ്ങോട്ട് പോകാൻ തുടങ്ങി. പോകുമെന്നറിഞ്ഞപ്പോഴാണ് ഉടനെ ബാർ കോഴ കേസ് വന്നത്. ബാർ കോഴ കേസ്. ബാർ ഉടമകൾ തന്നെ പറയും, ഇത്രയും പണം ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് ഇത്രയും ആനുകൂല്യം തരാൻ. അതായിരുന്നു ഓരോ ബജറ്റിലും KM മാണിയുടെ രീതി. അത് തന്നെയായിരുന്നു. ബിജു രമേശൻ അന്ന് വലിയൊരു വിവാദം ഉണ്ടാക്കിയില്ല. എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നല്ലേ. ഇപ്പോൾ അനക്കമില്ല. കാരണം ഇത് അനങ്ങിയിട്ടും ഭാര്യയില്ല. കാരണം എന്താണ്? ഈ രാഷ്ട്രീയ വ്യവസ്ഥിതി ഇങ്ങനെയാണ്. പറയുന്ന ബ്ലോവർമാർക്ക് വിസിൽ ബ്ലോവർമാർക്ക് യാതൊരു സ്ഥാനവും കിട്ടത്തില്ല. അവർക്ക് കിട്ടുന്നത് പീഡനം മാത്രമായിരിക്കും. അത് തന്നെയല്ലേ ഇപ്പം നമ്മുടെ പിന്നെ ഡോക്ടർ യൂറോളജി വിഭാഗം മേധാവിയായിട്ടിരുന്ന ഹാരിസ് ചിറക്കലിന് സംഭവിച്ചത് നമ്മൾ കണ്ടില്ലേ? പീഡനം ഏറ്റുവാങ്ങുക. വളരെ വിഷമവും ടെൻഷനും ഉണ്ട് ആ മുഖത്ത്. ഹരാക്കിരിയാണ്. ഇതൊരു പ്രൊഫഷണൽ സൂയിസൈഡാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ ആയിപ്പോയി. ചൂണ്ടിക്കാണിക്കുന്നവരിപ്പോൾ എല്ലാം പോയി. കേരള കോൺഗ്രസ് അതുപോലെ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുക, പണം വാങ്ങിച്ചുകൊണ്ടിരിക്കുക, ഭരണം പൊടി പൊടിച്ചുകൊണ്ടിരിക്കുക. അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. മനസ്സിലായോ? രമേശൻ കോൺട്രാക്ടർ അത്രയും പറഞ്ഞത്, ബിജു രമേശ് അത്രയും പറഞ്ഞത് വെറുതെ ആയിപ്പോയി. UDFിൽ നിൽക്കുമ്പോഴാണ് കേരള കോൺഗ്രസുകൾക്ക് കരുത്തുള്ളത്. അവിടെ അവർക്ക് ചോദിച്ച് നേടാൻ പറ്റും. അധികാരം അത്രത്തോളം തങ്ങളിലേക്ക് എത്താൻ കഴിയും. പക്ഷേ LDFിൽ നിൽക്കുമ്പോൾ ആ സ്വാതന്ത്ര്യമില്ലല്ലോ. ആ സ്വാതന്ത്ര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ എക്കോസിസ്റ്റം അല്ലത്. ശരിക്കും വല്ലതും വാങ്ങി 10 പുത്തൻ ഉണ്ടാക്കണമെങ്കിൽ UDFിൽ തന്നെ പോകണം. കാരണം UDF വളരെ വീക്കാണ്. അവിടെ ഇത് ചെയ്താലും ചോദിക്കാൻ ആരുമില്ല. CPM അങ്ങനല്ല. പാർട്ടിയുടെ ചോദ്യശരം നിങ്ങൾക്ക് നേരിടേണ്ടി വരും, പാർട്ടിയുടെ വിമർശനം കേൾക്കേണ്ടി വരും. ഇതൊന്നുമില്ല. UDFിൽ പോയാൽ ആരോ മുഖ്യമന്ത്രി നീ എന്നാ വാങ്ങിച്ചു, ആരും ചോദ്യം ചെയ്യാനില്ല അവിടെ. ഇപ്പോൾ UDF അടൂർ പ്രകാശ് ചോദ്യം ചെയ്യാൻ പോകുന്നു. അടൂർ പ്രകാശ് അതിനേക്കാൾ വലിയ അഴിമതിക്കാരനാണ്. അതിനാണ് അതിലെ UDF കൺവീനറായിട്ട് വെച്ചിരിക്കുന്നത്. ഒരു അഴിമതി അദ്ദേഹം ചോദ്യം ചെയ്യാൻ പറ്റില്ല.
കാരണം ധാർമ്മികമായിട്ട് അവകാശമില്ല. സണ്ണി ജോസഫ് ചോദ്യം ചെയ്യാൻ പോകുന്നു, അനങ്ങത്തില്ല ആ സീറ്റിൽ. അതിന് പറ്റിയ 2 പേരെ അവർ, അതുപോലെ കെ സുധാകരനാണെങ്കിൽ ചോദ്യം വന്നേനെ. അതുകൊണ്ട് അങ്ങേരെ പുറത്താക്കി അങ്ങ് ഡൽഹിയിലോട്ട് അങ്ങ് അയച്ചു. അപ്പോൾ അവിടെ കേസ് റദ്ദാക്കി. പണ്ട് ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ന്യൂനപക്ഷങ്ങൾ സമ്മർദ്ദം ചെലുത്തി കൂടുതൽ ആനുകൂല്യം, അർഹിക്കാത്ത ആനുകൂല്യങ്ങൾ വാങ്ങുന്നു. ഇവിടുത്തെ മുന്നാക്ക വിഭാഗക്കാർ പട്ടിണിയിലും അവർ നാറാണക്കല്ല് വെച്ചു എന്നുള്ള സത്യം, അദ്ദേഹത്തിൻ്റെ നെഞ്ചു പൊട്ടിച്ച സത്യം തുറന്നു പറഞ്ഞതിന് അദ്ദേഹത്തെയും ബാക്കി ചെയ്ത് ഡൽഹിയിലേക്ക് അയച്ചു. അങ്ങനെയാണല്ലോ പ്രതിരോധ മന്ത്രിയായിത്തീരുന്നത്. എന്ന് പറഞ്ഞതുപോലെയാണ് സത്യം പറയുന്ന ബ്ലോവർമാർക്ക്, വിസിൽ ബ്ലോവർമാർക്ക് ഇതാണ് അനുഭവം. ആൻ്റണി എന്നൊരു ബ്ലോവറായതാണ്, ഇപ്പോൾ ഹാരിസ് ചിറക്കൽ ബ്ലോവറായി എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പോൾ ബ്ലോഗർമാരും ഇല്ല, പക്ഷേ ബ്ലോഗർമാർ പറയുന്നുണ്ട് ഇദ്ദേഹം മന്ത്രിമാരും. ബ്ലോഗർമാർ അത് തന്നെ സംഭവിക്കും. അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോട് കൂടി ആകെപ്പാടെ ജോസ് കെ മാണി ഒന്ന് നോക്കും, എങ്ങനെയാ എനിക്ക് കണക്കൊക്കെ നോക്കിയേ കളിക്കൂ. ബിസിനസ്സുകാരാണ് അവർ. മണ്ണറിഞ്ഞ് മണ്ണറിഞ്ഞ് വിത്തെറിയുന്നവരാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം 1 വർഷം കഴിയുമ്പോൾ അവരുടെ രാഷ്ട്രീയ ഭാവിയാണ്, പറഞ്ഞ വാക്കല്ല അവർക്ക് പ്രധാനം. വാക്ക് അങ്ങനെ ലംഘിച്ചുകൊണ്ട് UDFിലേക്ക് പോകും. UDFിലേക്ക്, കാരണം UDFിന് ജയിക്കണമെങ്കിൽ കേരള കോൺഗ്രസ് വേണം, അല്ലെങ്കിൽ CPI വേണം. CPI വരാൻ സാധ്യത ക്രമേണ കുറവാണ്. അഖിലേന്ത്യാ രാഷ്ട്രീയം ഉണ്ടല്ലോ അതിന്. കേരള കോൺഗ്രസിന് അഖിലേന്ത്യാ രാഷ്ട്രീയമൊന്നുമില്ല, കേരളം മതി. അഖിലേന്ത്യാ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ഇവർ ഒരുമിച്ചാണല്ലോ. അതെ, അതെല്ലാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, അവർക്ക് ന്യായീകരിക്കാം. പക്ഷേ CPI ഒരു കാലത്ത് ഞങ്ങളെല്ലാം കൂടെ ഒന്നിക്കും എന്നുള്ള മധുവിധ സ്വപ്നവുമായിട്ട് ഇങ്ങനെ കഴിയുക. ഒരുമിക്കട്ടെ, ഇപ്പോഴും പറഞ്ഞല്ലോ വിനോയ് വിശ്വം, പാർട്ടികളുടെ ഏകീകരണം വേണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അത് മധുര സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണ്. അതേസമയം CPM കാണുന്ന സ്വപ്നം എന്താണ്? CPIയുടെ മരണമാണ്. ഈ പൊട്ടന്മാരെന്ന് പറയാതിരിക്കാം, രാഷ്ട്രീയ പൊട്ടന്മാർ, രാഷ്ട്രീയ ബുദ്ധിശൂന്യം ഇത് തിരിച്ചറിയുന്നില്ലെന്നുള്ളതാണ്. ഇത്രയും വർഷമായിട്ട് ഭട്ടിറ്റ കോൺഗ്രസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പോഴും അത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ വരും കോഴിക്ക് മുല എന്ന് പറയുന്നത് പോലുള്ള ദീർഘമായിട്ടുള്ള ഒരു സ്വപ്നത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് CPI എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ജോസ് കെ മാണിയുടെ തട്ടകമെന്ന് പറയുന്നത് കോട്ടയമാണ്. കോട്ടയത്തിൻ്റെ തട്ടകമെന്ന് പറയുന്നത് UDF ആണ്. അത് കോട്ടയം ആർക്ക് തട്ടകമാകുന്നു അതും UDF തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവികം. അതോടൊപ്പം തന്നെ LDFിനോടൊപ്പം നിൽക്കുമ്പോൾ വലിയ തിരിച്ചടി ലഭിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടല്ലേ? കാരണം ഈ ജോസ് കെ മാണി തന്നെ പാലയിൽ പരാജയപ്പെടുന്നു. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ വിജയിച്ചിരിക്കുന്നത് UDF ആണ്. ജോസ് കെ മാണിക്ക് സിറ്റിംഗ് സീറ്റായിരുന്ന ജോസ് കെ മാണിയുടെ MP ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇത്തവണ ജോസഫ് വിഭാഗം പിടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ LDFിൽ നിൽക്കുമ്പോൾ വലിയ തിരിച്ചടിയാണല്ലോ സംഘടനാപരമായി അവർക്ക് ലഭിക്കുന്നത്. അത് ഒന്ന് ആവർത്തിക്കാമോ? പറയാം. അതിലെ കഴിഞ്ഞ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടുത്തെ സിറ്റിംഗ് സീറ്റ് കോട്ടയം സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സീറ്റായിരുന്നു. ആയിരുന്നു. അതെ, ഇപ്പോൾ അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് ഈ സംഘടനാപരമായ ഒരു വീഴ്ചയാണോ LDFിൽ നിൽക്കുമ്പോൾ? തീർച്ചയായിട്ടും 100% ശരിയാണ്. കോട്ടയം തട്ടകമാണ്, അവരുടെ അഭിമാന സീറ്റ് നഷ്ടപ്പെട്ടു. അതെ, സത്യമാണ്. ആ പറഞ്ഞ സത്യം. ഞാൻ അതിനു മുമ്പ് അത് തന്നെയാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ആ കോട്ടയം തട്ടകം വീണ് കിട്ടും. അത് തന്നെ ഞാൻ പറഞ്ഞത്, മറ്റു വാക്കുകളിൽ പറഞ്ഞതേ ഉള്ളൂ. ഒരു അഭിമാനം, അതിൻ്റെ സ്പെസിഫിക്കിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കോട്ടയം എന്ന് പറഞ്ഞ ഒരു അഭിമാനം. എന്താ കാര്യം? ഈ കുടിയേറിയ കർഷകരുടെ എല്ലാം പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് കോട്ടയമാണ്. മനസ്സിലായി? പല സ്ഥലത്തുനിന്ന് കുടിയേറിയ കർഷകരുടെ, ഇടുക്കിയിലായാലും എവിടെയായാലും അവരുടെ പ്രധാനപ്പെട്ട പട്ടണം എന്ന് പറഞ്ഞാൽ അവരുടെ അഭിമാനവും കോട്ടയമാണ്. കാരണം അവിടെ റെയിൽവേയും അതുപോലെ തന്നെ അവിടെ ഒരു ട്രാൻസ്പോർട്ട് ഹബ്ബും എല്ലാം ഉള്ളത് കോട്ടയത്താണ്. 3 തരത്തിലുള്ള ഗതാഗതം ഉണ്ട്. ഇപ്പോൾ 3ാമത്തേതാണ് ഇപ്പം എരുമേലി എയർപോർട്ടായിട്ട് വരുന്നത്, അതും കോട്ടയം ജില്ലയിലാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു ട്രാൻസ്പോർട്ട് ഹബ്ബായി വരും. അല്ലാതെ കോടിമത വഴിയുള്ള ബോട്ട്, ഇത് കപ്പൽ, ചെറിയ കപ്പലുകൾ പോലും സഞ്ചരിക്കുന്നുണ്ട്. അത് ശരിക്കും ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വികസനത്തിന് വലിയ സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ പിന്നെ ഏറ്റവും കൂടുതൽ ഫ്ലീറ്റ് സ്ട്രീറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പത്രങ്ങളുടെ കേന്ദ്രം കൂടിയാണത്. അപ്പോൾ എല്ലാം കൊണ്ടും അവരുടെ ഒരു തട്ടകമാണ് ഈ കോട്ടയം. ആ സീറ്റെന്ന് പറഞ്ഞാൽ അവരുടെ അഭിമാനം, അവർക്ക് വേണ്ടി ഉള്ള സീറ്റാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ പാല, ഇതെല്ലാം അവരുടെ അഭിമാന സീറ്റുകളാണ്. അപ്പോൾ അത് CPMന് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടുന്നതല്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇനി അടുത്ത പ്രാവശ്യമായാലും അത് പോവും, CPMന് തന്നെ പോവും. അത് പരീക്ഷിച്ചതാണ് അവർ. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് തിരിച്ചു കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് വരണം. തന്നെയല്ല, ഇപ്പോൾ അടൂർ പ്രകാശ് ബുദ്ധിപൂർവ്വം CPI ഒന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടുത്തതായിട്ട് ഇനി CPIയുടെ റെസ്പോൺസ് നെഗറ്റീവ് ആകുമ്പോൾ അതെന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്? കാരണം മറ്റൊരു പാർട്ടിയും കൂടി ഇല്ലാതെ UDFന് അധികാരം പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ആ നെക്സ്റ്റ് ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് കേരള കോൺഗ്രസ്. അടൂർ പ്രകാശിന് അത്
എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ശരിക്കും അറിയാവുന്ന പ്രായോഗിക രാഷ്ട്രീയക്കാരനാണ്. ഇവരെ കൊണ്ടുവരും. രമേശ് ചെന്നിത്തലയാണ് ഇത് നഷ്ടപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ പരുഷമായ വാക്കുകൾ, ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ സ്ഥാനം കോൺഗ്രസ്സിന് തന്നെ തരണം എന്ന് ശാഠ്യം പിടിച്ചതാണ് ഈ കേരള കോൺഗ്രസ്സിനെ UDFന് നഷ്ടമാകാൻ കാര്യം. ഇപ്പോൾ അടൂർ പ്രകാശ് അത് തിരുത്തി തിരിച്ചു കൊണ്ടുവരുമെന്നാണ് എൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള കണക്കുകൂട്ടൽ.